ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളിതുവരെ നേരെയായില്ലല്ലേ? ഇല്ല സാറേ, ഇനി ഈ ജന്മം മുഴുവൻ എന്റെ കൊച്ചിങ്ങനെ ആവുമെന്നാ തോന്നുന്നേ. പണ്ട് ഇവള് കണിമംഗലത്ത് വന്നപ്പോ ഇവള് കാണിച്ച ചില അഭ്യാസങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, ഇത് ആഘോഷില്ലെങ്കിൽ പിന്നെ ലോകത്ത് ഏത് വിജയം നമ്മൾ ആഘോഷിക്കുന്നേ? മുത്തശ്ശി, എത്രയും പെട്ടെന്ന് റെഡി ആക്കൂ, നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇതൊന്നും ആഘോഷിച്ചില്ലെങ്കിലേ എനിക്കൊരു മനസ്സമാനം കിട്ടില്ല. ചെല്ലേ പോ. എന്റെ മുത്തശ്ശി, ഇതിലും വലിയൊരു വാർത്ത എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. സന്തോഷം കൊണ്ടങ്ങ് പൊട്ടിപ്പോവാൻ തോന്നല്ലോ. പിന്നല്ലാതെ. എടോ, എന്റെ മനസ്സ് അങ്ങോട്ട് കടന്ന് തിളച്ചു മറിയ. മുത്തശ്ശി ഒന്ന് വേഗം ആവട്ടെ. ഞാനില്ലടാ, നീ ഇവളെയും കൊണ്ട് പുറത്തു പോയിക്കോ. എന്തോന്ന് മുത്തശ്ശി, ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മേസ്ത്രിക്കാണ് ആദ്യം ചെലവ് വേണ്ടത്, അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യും, നീ എന്തെങ്കിലും എനിക്ക് കാര്യമായിട്ട് വാങ്ങിച്ചോണ്ട് വന്നാ മതി. ഇപ്പൊ ഈ ടെൻഷനൊക്കെ മാറിയതിന് നിങ്ങൾ രണ്ടുപേരും ആ കാരണക്കാര്. മോളെ, പെട്ടെന്ന് റെഡിയായിട്ട് വാ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോ. മോള് ഭഗവാൻ എന്തൊക്കെയോ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് ചോദിച്ച് നടത്തണേ. എന്തിനാ നേർന്ന വഴിപാട് മാത്രമാക്കുന്നേ? നമുക്ക് എല്ലാ വഴിപാടും അങ്ങ് നടത്താന്നേ. സുകുമാരി മുത്തശ്ശി ഇല്ലാത്ത കണിമംഗലം, പ്രിയങ്കയില്ലാത്ത കണിമംഗലം. ആഹാ, എന്റെ പൊന്നോ, ഈ വീട് കാണാൻ എന്തൊരു ഭംഗിയാ മുത്തശ്ശി. എന്റെ കണിമംഗലം രക്ഷപ്പെട്ടേ. ഇവള് ഗർഭിണിയാണെന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങി കഴിയണമായിരുന്നു. അതിന് നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. നിങ്ങൾ ഓവർ ആവുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ? ഞങ്ങൾ എന്ത് ചെയ്തു ഈ പറയുന്നേ? ബുദ്ധിയില്ലാത്ത ഈ കൊച്ചിന്റെ കാര്യമായപ്പോ ഞാൻ ഇത്തിരി ഉറക്കെ സംസാരിച്ചു, അത്രേ ചെയ്തുള്ളൂ. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ വിളിച്ചിരുന്നു. അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പിരിച്ചു കിട്ടുന്നു. സത്യം പറയാലോ, നിങ്ങൾ തൊടുന്നതൊക്കെ മോശോ. എന്റെ പൊന്നു സാറേ, എന്നെ എന്റെ കൊച്ചിനെയും കൈവിടല്ലേ. ഞങ്ങള് പെരുവഴിയിലായി പോകും. ദേവന്റെ അടുത്തേക്ക് തിരിച്ചു പോകാന്ന് വെച്ചാ അതൊരിക്കലും നടക്കില്ല. അല്ലെങ്കിലും നിങ്ങൾ തിരിച്ചുപോയാൽ എങ്ങനെയാ? നിങ്ങൾ കണിമംഗലത്ത് തന്നെ ഉണ്ടാവണം, എന്ത് ചെയ്തിട്ടായാലും. അല്ല, എന്താ സാറേ ഇതിൽ ചെയ്യാൻ പറ്റുക? മുത്തശ്ശി, എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചതാ. ഇത് കണ്ടോ സാറേ, കഞ്ഞിക്ക് പോലും വകയില്ലാത്ത അവസ്ഥ. സാറേ, ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും മനസ്സിൽ വരുന്നില്ല. എന്റെ സസ്പെൻഷൻ കഴിഞ്ഞു. ഞാൻ അടുത്ത ദിവസം ചാർജ് എടുക്കുക. ഇനി ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുക എന്ന് പറയുന്നത്. സാർ എന്താ ഈ പറയുന്നത്? സസ്പെൻഷൻ ഇല്ലാതായത് വെറുതെ ഒന്നും അല്ലല്ലോ. സാറ് കഷ്ടപ്പെട്ടതുപോലെ ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ അച്ഛനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് സാർ ഒരുമാതിരി കാല് മാറരുത്. കാര്യം പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഗൗതം. താനൊരു കാര്യം ചെയ്യ്, തൽക്കാലം ഇവരെ പറ്റിയ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റ്. ഞങ്ങളെ എവിടെ കൊണ്ടുപോവാനാ? അങ്ങനെയൊന്നും ഞങ്ങള് വരത്തില്ല. എന്നാ നിങ്ങൾ തെരുവിൽ തന്നെ കടന്നോ. എന്തായാലും ഇവളെയും കൊണ്ട് നടന്ന് തെണ്ടാൻ എളുപ്പോ. എന്താ, പോകുന്നുണ്ടോ? ഇത് വളരെ കഷ്ടമായല്ലോ. ശരി, ഞങ്ങൾ എവിടേക്കാണെന്ന് വെച്ചാ വരാം. പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വെച്ചോ അതോ ഏതെങ്കിലും മണ്ഡപത്തിൽ വെച്ചോ? മണ്ഡപത്തിൽ വെച്ചാ സാറേ. ആ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. സംഘടിപ്പിക്കാം സാറേ. എന്നിട്ട് ഞാനൊന്ന് ചാർജ് എടുക്കട്ടെ. അതിനുശേഷം നമുക്കിവരുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കാം. മറന്നു പോവല്ലേ സാറേ?
മറക്കൊന്നുമില്ല. ഇവളിതുവരെ നേരെ ആയില്ലല്ലേ? ഇല്ല സാറേ, ഇനി ഈ ജന്മം മുഴുവൻ എന്റെ കൊച്ചിങ്ങനെ ആവുമെന്നാ തോന്നുന്നേ. പണ്ട് ഇവള് കണിമംഗലത്ത് വന്നപ്പോ ഇവള് കാണിച്ച ചില അഭ്യാസങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോ അറിയിക്കുന്നത് തന്നെ ഇതൊക്കെ. ഗൗതം, താൻ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കും. ഓക്കെ സാർ. ഹലോ, ഇതാ എവിടാ? മനസ്സിൽ നല്ല സന്തോഷം തോന്നുന്ന ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ടോ? ആ, അനിയത്തി പോയ സങ്കടമല്ലേ? അതില് സങ്കടമൊന്നുമില്ല. ആ, ഇപ്പൊ കുഴപ്പം? പക്ഷെ വരണ്ട കാര്യം ആലോചിക്കുമ്പോ നല്ല സങ്കടമുണ്ട്. എനിക്കെന്താ ഇപ്പൊ കുഴപ്പം? ഞാനെന്താ സുഖമില്ലാതെ കിടക്കുന്നു? അതോ എന്റെ കമ്പനി പൊളിഞ്ഞു പോയോ? അതൊന്നും അല്ല. എന്നെ വിവാഹം കഴിച്ചോണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ, അങ്ങനെ വിചാരിച്ച ഒരുപാടുണ്ട്. നമ്മുടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ രാധികയെ വിവാഹം കഴിച്ചോണ്ട് അത് തരില്ല എന്ന് അവര് പറഞ്ഞു. പിന്നെ സിംഗപ്പൂരിൽ ഒരു സ്റ്റേറ്റ്, അതും ഈ കാരണം അവര് തരില്ല എന്ന് പറഞ്ഞു. ആ, അങ്ങനെയൊക്കെ നോക്കിയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരണും കുടുംബം എത്ര വലിയ രീതിയിൽ ജീവിച്ച ആൾക്കാരാ. എന്റെ കുടുംബം ഉണ്ടാക്കി തന്ന മാനക്കേടല്ലേ ഇപ്പൊ കണിമംഗലത്തിന് മുകളിലുള്ളത്. ആളുകൾ മുഴുവൻ മോശപ്പെട്ട രീതിയിലല്ലേ കണിമംഗലത്തെ കുറിച്ച് പറയുന്നത്. ഓ, അതോ? എടോ, താൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതം കാണുമ്പോ മറ്റുള്ളവരെ നന്നായിട്ടായിരിക്കും ചിന്തിക്കുകയെന്ന് നമ്മൾ കരുതും. പക്ഷേ അവരുടെ വീട്ടിലെ ചർച്ച നേരെ മറിച്ചായിരിക്കും. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ പറയുന്നത് ചുറ്റുമുള്ളവർ എന്തു പറയുന്നുവെന്ന് നോക്കേണ്ട കാര്യമില്ലാന്ന്. നമ്മൾ ശരിയാണെങ്കിൽ നമ്മളിതാ ഈ വണ്ടി പോകുന്നത് പോലെ മുന്നോട്ട് പോകണം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര ഈസി ആയിട്ട് ഇത് പറയുന്നതെന്നൊക്കെ എനിക്കറിയാം. ആണെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും നമ്മുടെ ജീവിതത്തില് എന്റെ പ്രോബ്ലം തന്റെ പ്രോബ്ലം ഒന്ന് ഞാൻ വേർതിരിച്ച് കാണാൻ നിൽക്കാറില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. അത് നേരിടാൻ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഓക്കെ? പിന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ഇറങ്ങിപ്പോയെന്ന് കരുതി ഒരുപാടൊന്നും സന്തോഷിക്കാൻ നിൽക്കണ്ട.